ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. മണ്ണേങ്ങോട് വടക്കുമുറി കൂട്ടായ്മയ്ക്കും YFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനും വേണ്ടി നിർമ്മിച്ച പുതിയ ഓഫീസ് കെട്ടിടം തുറന്നുകൊടുത്തു. മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണേങ്കോട് വടക്കുമുറി ഭാഗത്തെ വിവിധ പുരോഗമന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മണ്ണേങ്കോട് വടക്കുമുറി കൂട്ടായ്മയ്ക്കും YFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനും പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മോസിൻ MLA നിർവഹിച്ചു. യുവജനങ്ങളുടെ കൂട്ടായ്മ നമുക്ക് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന, ഏത് പ്രവർത്തനത്തിന്റെയും മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന കൂട്ടായ്മയാണ്. പ്രളയകാലത്തും കോവിഡ് കാലത്തുമൊക്കെ മറ്റെല്ലാ വ്യത്യാസങ്ങളും മറന്ന് ജനങ്ങളുടെ വിഷമങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ഏറ്റവും മുമ്പിൽ നിന്ന കേരളത്തിലെ യുവജനങ്ങളെ നമ്മൾ കണ്ടതാണ്. ഒരു നാട്ടിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും അവിടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുകയും ചെയ്യുന്നത് യുവജന കൂട്ടായ്മ ശക്തമാകുമ്പോഴാണ്. യുവത്വം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടി കൂടി ചെലവഴിക്കാൻ കഴിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ യുവജന കൂട്ടായ്മകളാണ് എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാം, നമുക്ക് പല വ്യത്യാസങ്ങളുണ്ടാവും. രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങളുണ്ടാവാം, മറ്റു പല വ്യത്യാസങ്ങളുണ്ടാവാം. എന്നാൽ ആ വ്യത്യാസങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും മറ്റുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ പാർട്ടി പരിപാടികളൊക്കെ നടക്കുന്നുണ്ടാവും. എന്നാൽ ഒരു നാട്ടിൽ ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം തുടങ്ങാം, നാട്ടിലൊരു പ്രതിസന്ധി വരുമ്പോൾ അതിന് മുന്നോട്ട് പോകാൻ, മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറം ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു ടീം സ്പിരിറ്റ് നമുക്കുണ്ടാവണം. അതാണ് യുവജന കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നത്. ഇതോടൊപ്പം YFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, അഹല്യ ഫൗണ്ടേഷൻ, കണ്ണാശുപത്രി എന്നിവ സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പും നടത്തി. കൂടാതെ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ്, രക്തദാന സേന രൂപീകരണം, SSLC+2 വിജയികളെ അനുമോദിക്കൽ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. കൂട്ടായ്മ സെക്രട്ടറി AP ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. MN സുദീപ്, KC ഗോപാലകൃഷ്ണൻ, EK ഷെഫീഖ്, K കൃഷ്ണദാസ്, PP സാഹിർ, VP ഹരിദാസൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.